ഹായ് ഫ്രണ്ട്സ്, മത്തങ്ങ പച്ചടി. മത്തങ്ങ കൊണ്ട് ഇത്രയും ടേസ്റ്റിയായ ഒരു പച്ചടി ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കാലോ. മത്തങ്ങ പൊതുവെ ആർക്കും അങ്ങനെ അത്ര വലിയ ഇഷ്ടമല്ലാത്ത ഒരു വിഭവമാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. പക്ഷേ ഈ മത്തങ്ങ കൊണ്ടും നമുക്ക് ടേസ്റ്റിയായ ഒരു പച്ചടി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്, വേറെ ലെവലായിരുന്നു. മത്തങ്ങ ഇഷ്ടപ്പെടാത്തവർ പോലും പ്രിയമോടെ കഴിക്കും ഈ മത്തങ്ങ പച്ചടി. അപ്പോൾ അത് മത്തങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് ചതുരത്തിൽ വെട്ടിയെടുത്ത് നമുക്ക് മത്തങ്ങ ആദ്യം മാറ്റാം. അതിനുശേഷം കുറച്ച് പച്ചമുളക് കൂടെ അരിഞ്ഞ് ഇത് രണ്ടും കൂടെ ഒരു കുക്കറിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇവനെ നമുക്ക് വേവിച്ചെടുക്കാൻ മാറ്റി വയ്ക്കാം. നന്നായി തിളച്ച് വെന്ത് ഉടയട്ടെ. അതിനുശേഷം ഒരു സ്പൂണെടുത്ത് ഉടയാത്ത ഭാഗങ്ങൾ നന്നായി ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുക്കണം. മത്തങ്ങയാണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് ചേരുവകൾ കൂടെ ആവശ്യമുണ്ട് കേട്ടോ. വറമുളക്, ജീരകം, ഒരു ഉള്ളി അല്ലെങ്കിൽ 2-3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയൊക്കെ താളിക്കാനായിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇടിച്ച് പിഴിഞ്ഞ വെന്തുടഞ്ഞ മത്തനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് താളിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. കുറച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ വറമുളകും ജീരകവും കൂടെ ചേർക്കണം. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്പ്. ഇനിയുമുണ്ട്, പറഞ്ഞു തരാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന മത്തനിലേക്ക് ഒരൽപ്പം തൈര്, നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി ചേർത്ത് വയ്ക്കുക. ഇതിലേക്കൊരു സീക്രട്ട് കൂട്ടാണ് കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി അതിലേക്ക് ഇടുക. അതിനുശേഷം താളിപ്പ് മുഴുവൻ ഇതിന് മുകളിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കുക. നമ്മുടെ മത്തങ്ങ പച്ചടി ആകെ കളറ് മാറി നല്ല രസമായി, നല്ല രുചിയോടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേങ്ങ വേണ്ട, മാങ്ങ വേണ്ട, ഒന്നും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മത്തങ്ങ പച്ചടി. ടേസ്റ്റോ അതിഗംഭീരം. താങ്ക് യു.